എന്നെ വിളിക്കുന്ന നമ്മുടെ ഈ പ്രോഗ്രാമൊക്കെ യൂറോപ്പിലൊക്കെ കൊണ്ടുപോകുന്ന ഒരാളുണ്ട്. അപ്പോൾ ആള് സുരാജേട്ടൻ അത് ഏട്ടൻ കട്ട് ചെയ്തേ പറയൂ. പിന്നെ ഓണം എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ഭയങ്കര രസകരമായിട്ട് ആഘോഷിക്കുന്നതാണ്. കാരണം ഇപ്പോൾ സദ്യ നോക്കിയാൽ തന്നെ അത് അതിൻ്റെ പെർഫെക്ഷനിൽ മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ടാവും. അതുപോലെ എന്താ പറയുക, കുറച്ച് എന്താ പറയുക, കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക നഗരം എന്നാണല്ലോ തൃശ്ശൂർ അറിയപ്പെടുന്നത്. അപ്പോൾ കുറച്ച് കൂടുതലാണ്. എന്തിനും തിരുവനന്തപുരത്ത് വരണം, സെക്രട്ടേറിയറ്റ്. തൃശ്ശൂരാണ് ഇപ്പോൾ സാംസ്കാരിക തലസ്ഥാനമെങ്കിലും പിന്നെ ശരിക്കും ഇപ്പൊ എനിക്ക് തോന്നുന്നു കോഴിക്കോടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരോ പറഞ്ഞു പറ്റിച്ച തൃശ്ശൂർ തന്നെ തൃശ്ശൂരാണ്. പക്ഷെ ഒരുപാട് എഴുത്തുകാരും ഒരുപാട് കവികൾ എല്ലാവരും ഉള്ളത്. ഒരു കാര്യം ഞാൻ പറയാം, മനസ്സറിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നത് കോഴിക്കോട്ടെന്ന് അത് തർക്കമില്ലാത്ത കാര്യം. നല്ല ഭക്ഷണത്തിന്റെ, അതായത് അവിടെയൊക്കെ ചെന്ന് നമ്മൾ ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, നമ്മളെയൊക്കെ കൊണ്ടുപോയിട്ട് ട്രീറ്റ് ചെയ്യുന്ന കാണണം. ഭക്ഷണം ഞാൻ ഒരു ദിവസം ഇതിനു വേണ്ടിയിട്ട് പോയത്, നമ്മുടെ ഒയ്യോ കൊണ്ടുപോയിട്ട് ഈ പെരുന്നാളിന് എന്നെ മുനീർ സാറിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇഷ്ടം പോലെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് കഴിച്ചതിന് ഷുഗർ കൂടി എനിക്ക്. പിന്നെ അത് വെച്ച് നിർത്തി, അതായത് സൽക്കരിച്ച് കൊന്നുകളായി. സിനിമാക്കാര് ആര് കോഴിക്കോട് വന്നാലും ശരിക്കും കോഴിക്കോടിലെ ഭക്ഷണത്തിനെ കുറിച്ച് എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് പരിചയപ്പെട്ട ഒരുപാട് പേര്, നമ്മുടെ മണിമല രാജേട്ടനൊക്കെ കോഴിക്കോട് ഷൂട്ടാന്ന് പറയുമ്പോഴേക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. എനിക്ക് ഒരുപാട് ഹോട്ടലുകൾ. നമ്മുടെ അടുത്ത് ചാക്കോച്ചൻ സിനിമ കോഴിക്കോട് ഏരിയയാണല്ലോ. അതെ, അടുത്ത് ചാക്കോച്ചന്റെ പടം കോഴിക്കോടാണ്, വയനാട്. ശരിക്കും മിമിക്രിയിൽ നിങ്ങൾ അനുകരിക്കുന്ന ആരെങ്കിലും? ഞാൻ അനുകരണം എൻ്റെ കൂടെ ചെയ്യുന്ന 2-3 താരങ്ങളുണ്ട്, അവരാണ് കൂടുതൽ അനുകരിക്കുക. അപ്പം ഞാൻ കൂടുതലും കോമഡിക്കാണ് കോൺസെൻട്രേഷൻ കൊടുക്കാറ്. പക്ഷെ എന്തായാലും അറ്റകൈക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അറ്റകൈക്ക് ഒരെണ്ണടുത്തോളം ഉള്ള ഇതിൽ വെച്ചിട്ടാണ്. സുരേട്ടൻ്റെ മുന്നിൽ വേണിച്ചേട്ടനാണ് എൻ്റെ ഒരു റോൾ മോഡൽ എന്നൊക്കെ പറയുവാണെങ്കിൽ. ഒരു ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് വേണിച്ചേട്ടൻ പറഞ്ഞ ഒരു ഡയലോഗ് പറയുക, കരയാൻ വേണ്ടി പറഞ്ഞതല്ല, നീ എന്താ പറഞ്ഞത്, എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്നോ, ഇതെല്ലാം ഞാൻ നിനക്ക് എഴുതി വെച്ച കത്തുകളല്ലേ, വിഷപ്പാടുകൾ വീണ് മഷിപ്പാടുകളെല്ലാം മാഞ്ഞു കാണും, തൃപ്തിയായല്ലോ നിനക്ക്. ഇത് പറഞ്ഞപ്പോഴാണ് ദുബായിൽ വെച്ചിട്ട് മുകേഷ് ചേട്ടനും എല്ലാവരും കൂടെ, മുകേഷ് ചേട്ടനും നമ്മുടെ വേണിച്ചേട്ടനും എല്ലാം കൂടെ ഒരു പ്രോഗ്രാം കാണാൻ ചെന്നിരിക്കുകയാണ്. അപ്പൊ അവിടെ വേണിച്ചേട്ടൻ ഒരു പയ്യെ ഇമിറ്റേറ്റ് ചെയ്ത്, അപ്പൊ അടുത്ത എത്തുന്നു ശ്രീ നെടുമുടി വേണു. അപ്പൊ വേണിച്ചേട്ടനൊക്കെ അതിലെ ചീഫ് ഗസ്റ്റുകളാണ്. ഇങ്ങനെ സ്റ്റൈലിൽ ഇങ്ങനെ ബലം പിടിച്ചിരുന്നപ്പോ ഒരു പയ്യൻ വന്നിട്ട്, എന്താ ഇതോ ഈ കണ്ടോണ്ടിരുന്ന വേണിച്ചേട്ടൻ, എന്റെ ദൈവമേ, മുകേഷേട്ടൻ ചിരിച്ച് അവസാനം 2 മിനിറ്റ് കൊണ്ട് ഉദ്ഘാടനം ചെയ്തിട്ട് വേണിച്ചേട്ടൻ പോയി. ഞാൻ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? ഇങ്ങനെയല്ല, പട്ടിയൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇതാക്കൂലെ, അതിനെ നശിപ്പിച്ച്.